എൻ്റെ പേര് അനഘ. ഞാൻ തുഞ്ചത്തച്ഛൻ മലയാളം സർവകലാശാലയിലെ പരിസ്ഥിതി പഠന വിഭാഗത്തിലെ ഗവേഷകയാണ്. 2024 മാർച്ച് മാസം 27-ാം തീയതിയാണ് ഞാൻ ജോയിൻ ചെയ്തത്. അന്ന് തൊട്ട് എനിക്ക് സർവകലാശാലയിൽ അനുഭവിക്കേണ്ടി വന്ന പലതരത്തിലുള്ള വിവേചനങ്ങളെക്കുറിച്ച് ഉള്ള പരാതികൾ പലതവണ രജിസ്ട്രാർക്കും VC-ക്കും അതുപോലെ ബന്ധപ്പെട്ട അധികാരികൾക്ക് എല്ലാവർക്കും പരാതി കൊടുത്തിട്ടും യാതൊരു നടപടിയും ഇതുവരെ എടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു പ്രസ് മീറ്റ് നടത്തുന്നത്. ഞാൻ വന്ന സമയം മുതൽ എനിക്ക് ഇതുവരെയായിട്ടും ഒരിക്കൽ പോലും ലാബ് തന്നിട്ടില്ല. ഞാൻ ആകെ ലാബ് കയറിയത് ലാബ് ക്ലീൻ ചെയ്യാനാണ്. അക്കാദമിക്കായിട്ട് യാതൊരു കാര്യങ്ങളും എനിക്ക് അവിടെ ചെയ്യാനുള്ള സൗകര്യങ്ങൾ തന്നിട്ടില്ല, ചെയ്യാൻ അനുവദിച്ചിട്ടില്ല. ലാബിലും അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റിനകത്തുമായിട്ടുള്ള പൊടി തുടയ്ക്കൽ, പിന്നെ ഞാൻ വന്ന വർഷം കുറച്ച് ഗ്ലാസ് വെയ്ഡ്സും കുറച്ച് മെഷീൻസൊക്കെ വാങ്ങിയിരുന്നു. അത്തരം സാധനങ്ങൾ എടുത്ത് വെക്കൽ, ഇങ്ങനെയുള്ള ജോലികൾ എന്നെക്കൊണ്ട് ചെയ്യിച്ചതല്ലാതെ മറ്റൊരു കാര്യം എന്നെക്കൊണ്ട് അവിടെ ചെയ്യാൻ അനുവദിക്കുന്നില്ല. പിന്നീട് പുറത്തുനിന്ന് ഒരു അധ്യാപകൻ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം റിട്ടയറായി JNUവിൽ പഠിച്ചിറങ്ങിയിട്ട് സലീം അലി സെൻറ്റർ ഫോർ ഓർണിത്തോളജി അങ്ങനെ ഒരു സ്ഥലത്തു നിന്ന് വന്ന ഒരു അധ്യാപകനായിരുന്നു. ഞങ്ങളുടെ സീനിയേഴ്സിൻ്റെ RICക്ക് വേണ്ടി വന്നതാണ്. അപ്പോൾ ഇദ്ദേഹത്തിനോട് സംസാരിക്കാൻ വേണ്ടി ഞങ്ങളെ ഗവേഷകരെ ഒന്നിച്ചിരുത്തിയപ്പോൾ എൻ്റെ ഗവേഷണ ഐഡിയ അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമായി. എൻ്റെ ഗൈഡ് എനിക്ക് ഗൈഡ് എന്ന് പറയുമ്പോൾ താൽക്കാലിക ഗൈഡ്, ഡോക്ടർ കമ്മിറ്റി കഴിഞ്ഞിട്ടില്ല. ഇദ്ദേഹം എനിക്ക് ഒരു കാലത്തും പറഞ്ഞു തരാത്ത പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു തന്നു. എൻ്റെ ഫൈനൽ ഡിഫെൻസിന് ഇദ്ദേഹം ലോകത്ത് എവിടെയാണെങ്കിലും വരാം, വിളിക്കണം എന്ന് പറഞ്ഞു. പോകാൻ നേരത്തെ ഇത് ഒന്നുകൂടി പറഞ്ഞു, എനിക്കിപ്പോൾ വേണ്ട സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചെയ്തു തരാനും ഗവേഷണത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും ഡോക്ടർ അരുൺ ബാബുവിനോട് പറയാമെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം പോയി. പക്ഷേ ആ ഗവേഷണം നിന്നെക്കൊണ്ട് ചെയ്യിക്കില്ല, പുറത്തുനിന്ന് വരുന്നവർക്ക് അങ്ങനെ പലതും പറയാം, ഇത് നീ എന്തായാലും ഇവിടെ ചെയ്യില്ലെന്ന് പറഞ്ഞു. പിന്നീട് ഞാനിത് പരാതിപ്പെട്ടപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ലാബ് സൗകര്യം ഇല്ലെന്നാണ്. പക്ഷേ യൂണിവേഴ്സിറ്റിക്ക് അകത്ത് അങ്ങനെ ഒരു ലാബ് സൗകര്യം ഇല്ലെങ്കിൽ ഇവരൊരു കത്ത് തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പുറത്ത് വേറെ ഒരു സ്ഥാപനത്തിൽ പോയിട്ട് അവരുടെ ലാബ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് ശാസ്ത്ര സാങ്കേതിക കൗൺസിലിൻ്റെ ഫെലോഷിപ്പ് ഉണ്ട്, ആ പണം അടച്ച് ഞാനിത് ചെയ്യാൻ തയ്യാറാണെന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഒന്നിലധികം തവണ ഞാൻ പരാതിപ്പെട്ടിട്ടും രജിസ്ട്രാർക്കും VC-ക്കും ഒക്കെ ഒരുപാട് തവണ ഞാൻ കൊടുത്തിട്ടുണ്ട്. എങ്കിൽ പോലും എനിക്ക് ലാബ് തന്നിട്ടില്ല. എൻ്റെ ഡോക്ടർ കമ്മിറ്റി 2 വർഷമായിട്ട് കഴിഞ്ഞിട്ടില്ല. ഞാൻ ആദ്യം MG യൂണിവേഴ്സിറ്റിയിലാണ് PhD ചെയ്യാൻ ശ്രമിച്ചത്. ആ സമയത്ത് നോട്ടിഫിക്കേഷനിൽ വന്ന ചില പ്രശ്നങ്ങൾ കൊണ്ട് ഞാൻ ഗൈഡ് ആക്കാമെന്ന് വിചാരിച്ച പുന്നംകുര്യൻ സാറിൻ്റെ അടുത്തുനിന്ന് എനിക്ക് പറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ ഗൈഡ്ഷിപ്പ് കഴിഞ്ഞെന്നാണ് പറഞ്ഞത്, റിട്ടയർ ആയി പോയതുകൊണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയ ഒരു സിനോപ്സിസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മലയാളം യൂണിവേഴ്സിറ്റിയിലെ എൻട്രൻസ് എഴുതി കിട്ടിയപ്പോൾ ഇങ്ങോട്ട് വന്നത്. ആ സിനോപ്സിസ് അത് ജയിക്കില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. മൈക്രോ പ്ലാസ്റ്റിക്കും അതുപോലെ പേഴ്സിസ്റ്റൻ്റ് ഓർഗാനിക് പൊല്യൂട്ടൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു മുഴുവൻ എന്താണെന്ന് ഞാൻ പറയുന്നില്ല, ഇതാണ് എൻ്റെ ഒരു ഗവേഷണ വിഷയം. അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യിക്കില്ലെന്നാണ് ഡോക്ടർ അരുൺ ബാബു വാശി പിടിക്കുന്നത്. അതിനുള്ള സൗകര്യങ്ങളില്ലെന്ന് പറഞ്ഞാലും പുറത്തൊരു ലാബ് എനിക്ക് അനുവദിക്കാവുന്നേ ഉള്ളൂ. അതിനുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. മാത്രമല്ല എല്ലാ കുട്ടികളുടെ മുമ്പിൽ വെച്ച് ജാതി ചോദിക്കുക. ഒരിക്കൽ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, നിന്നെയൊക്കെ PhD ചെയ്യിച്ചോളാമെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് വന്നൊന്നും അല്ലല്ലോ. ഇവിടെ നിന്ന് PhD ചെയ്യണമെങ്കിൽ ഞാൻ പറയുന്ന ചില കാര്യങ്ങളൊക്കെ അനുസരിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ഓഡിറ്റ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ KCST വാങ്ങിയ ഫെലോഷിപ്പും തിരിച്ചടക്കേണ്ടി വരും, പിന്നെ എന്തോ നഷ്ടപരിഹാരവും ഞാൻ എക്സ്ട്രാ അടയ്ക്കേണ്ടി വരും. അങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അത് വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കേണ്ടി വരും. ഇങ്ങനെയുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി. ഞാൻ പറഞ്ഞു, നമ്മൾ തമ്മിൽ ഇനി വാക്കുകൾ കൊണ്ട് പറയേണ്ട കാര്യമില്ല, സാറ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എനിക്ക് മെയിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അത് കുറച്ച് കൂടുതലായി എനിക്ക് വിഷമം തോന്നിയപ്പോൾ ഞാൻ അതിനുശേഷമാണ് സൂയിസൈഡ് അറ്റംപ്റ്റ്സ് വരെ എത്തിയത്. അപ്പോൾ ഞാൻ അതിന് തെളിവുണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിരുന്നു. ആ സമയത്ത് KSCSTയിൽ, അതായത് ശാസ്ത്ര സാങ്കേതിക കൗൺസിലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന വിജയ് എന്ന് പറഞ്ഞിട്ടൊരു സാറ്, ആ സാറിന് ഈ കാര്യങ്ങൾ അറിയാം. അപ്പോൾ അദ്ദേഹം എൻ്റെ അമ്മയെ വിളിച്ച് പറഞ്ഞ് അങ്ങനെയാണ് ആ ഒരു പ്രശ്നത്തിന് എന്നെ പിന്തിരിപ്പിച്ചത്. അതിനുശേഷം ഡോക്ടറെ കാണുകയും ഡിപ്രഷന് മരുന്നെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പലതവണ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി രജിസ്ട്രാർക്ക്, VC-ക്ക്, അന്നത്തെ മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, പട്ടികജാതി വികസന വകുപ്പ് മന്ത്രി, എല്ലാവർക്കും കൊടുക്കാവുന്ന എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. KCSTക്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും പരാതി കൊടുത്തിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. ഡോക്ടർ കമ്മിറ്റി 2 വർഷമായിട്ട് നടത്താത്തതിന് ഇവർ പറയുന്ന മറുപടി ഞാൻ ഒരിക്കലും ഗവേഷണ രൂപരേഖ കൊടുത്തിട്ടില്ലെന്നാണ്. എൻ്റെ ഗവേഷണ രൂപരേഖ ഞാൻ പലതവണ കൊടുത്തതാണ്. ഈ മൈക്രോ പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട് ഗവേഷണ രൂപരേഖ ഞാൻ കൊടുത്തിട്ടുണ്ട്. ലാബ് ഒരു കാരണവശാലും അനുവദിക്കില്ല, ഈ വർക്ക് നിന്നെക്കൊണ്ട് എന്തായാലും ചെയ്യിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ഈ മാക്രോ പ്ലാസ്റ്റിക്കിലേക്ക് ഇത് മാറ്റണം എന്ന് പറഞ്ഞു. അനുശ്രീ എന്ന് പറഞ്ഞിട്ടൊരു PG കുട്ടിയുടെ ഒരു
ഡെസർട്ടേഷൻ എനിക്ക് കാണിച്ചിട്ട് ഇതുപോലെ ചെയ്താൽ മതി, ഇത് വേണമെങ്കിൽ ചെയ്തോ എന്ന് പറഞ്ഞു. പക്ഷെ അതൊരു ക്വാളിറ്റി ഇല്ലാത്ത 8ാം ക്ലാസ് കുട്ടിയുടെ ഒരു പ്രോജക്റ്റ് വർക്കിനെ പോലെ ഇരിക്കും. അത് എന്തായാലും PhD ചെയ്യാൻ ഉള്ളതില്ല. പക്ഷേ അത് ഡെവലപ്പ് ചെയ്തെടുത്ത് ഞാൻ അത് കൊടുത്തിട്ടും ഇദ്ദേഹം ഇത് പറ്റില്ലെന്ന്, അതും പറ്റില്ലെന്ന് പറഞ്ഞു. ഇൻവെസീവ് സ്പീഷീസ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്, അത് പറ്റില്ലെന്ന് പറഞ്ഞു. അവസാന നിമിഷം കോഴ്സ് വർക്കിൻ്റെ പരീക്ഷയുടെ സമയമായപ്പോഴത്തേക്കും ഒരു മറൈൻ പൊല്യൂഷൻ എന്നുള്ളൊരു വിഷയത്തിലേക്ക് ഇതെത്തിച്ചു. അതും കൊടുത്തിട്ടില്ലെന്നാണ് ഇദ്ദേഹം ഇപ്പോൾ പറയുന്നത്. അങ്ങനെ പല വിഷയത്തിൽ കൊടുത്തിട്ടുണ്ട്. ചില കാര്യങ്ങൾ പേപ്പറിലാണ് നമ്മൾ ഗവേഷണ രൂപരേഖ കൊടുക്കുന്നത്. അപ്പോൾ ആ പേപ്പറുകളൊക്കെ മിക്കവാറും യൂണിവേഴ്സിറ്റി തന്നെ ഉണ്ടാവും ഇവരെടുത്ത് മാറ്റിയിട്ടില്ലെങ്കിൽ. വാട്സപ്പിൽ കൊടുത്തതിൻ്റെ തെളിവുകൾ ഞാൻ കാണിച്ചു തരാം. ഒരിക്കൽ എന്നോട് പറഞ്ഞു പൈലറ്റ് സ്റ്റഡി നടത്താൻ കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ പോവാം എന്ന് പറഞ്ഞ് ലാബിൽ സാധനങ്ങൾ ചോദിച്ചപ്പോൾ ലാബിൽ ഒരു സാധനം തരില്ലെന്ന് പറഞ്ഞു. ഇവർ അപ്പോൾ പറഞ്ഞ കാര്യം PG കുട്ടികൾ പ്രോജക്റ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് ഞാൻ 3 മാസം വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. നിനക്ക് ഫെലോഷിപ്പ് ഉള്ളതല്ലേ, തനിയെ സാധനങ്ങൾ വാങ്ങി ചെയ്തോ, ഒരു മൾട്ടി പാരാമീറ്റർ പ്രോബ് പോലും അവർ തരില്ല, മെഷീൻസ് അടക്കം ഞാൻ സ്വന്തമായി വാങ്ങണം എന്ന് പറഞ്ഞു. അത് ഞാൻ ഒറ്റയ്ക്ക് സമ്പാദിക്കല്ലേ, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി സാധനങ്ങളും മെഷീൻസും മേടിക്കാനാണ് ആ പൈസ തരുന്നത്. ആ രീതിയിലൊക്കെ അവർ സംസാരം ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ ലാഭ നിഷേധം അങ്ങനെയൊക്കെ ഉണ്ടായി. പക്ഷെ പിന്നീട് ഇദ്ദേഹത്തോട് ഈ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ലാഭം തന്നില്ലെന്ന് പറയുമ്പോൾ ഇദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു പൈലറ്റ് സ്റ്റഡിക്ക് പോലും ഞാൻ നിന്നോട് ഉണ്ടായിരുന്നില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഇദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം അത് വാട്സപ്പിലാണ് അയച്ചത്, അതുകൊണ്ട് അതിൻ്റെ തെളിവുണ്ട് എൻ്റെ കയ്യിൽ. അദ്ദേഹം എന്നെക്കൊണ്ട് പൊടി തുടപ്പിക്കൽ, തൂപ്പ് പണി മുതലായ കാര്യങ്ങൾ ചെയ്യിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് പറ്റില്ലെന്ന് ആദ്യമൊക്കെ ഞാൻ കുറേ പണിയെടുത്തു. പക്ഷെ രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ ചെയ്തിട്ട് ഉച്ചയ്ക്ക് 15 മിനിറ്റ് ഫുഡ് കഴിക്കാനുള്ള ഒരു റെസ്റ്റ് ആ ഒരു സമയത്ത് മാത്രമേ കിട്ടുന്നുള്ളൂ. അത്രയും അങ്ങനെ ചെയ്ത് ശീലിച്ചിട്ടില്ലാത്ത ആളുകളാകുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പണിയെടുക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ നട്ടലിനടിക്കണ മരുന്നുണ്ടല്ലോ സ്പ്രേ ചെയ്യുന്നത്, അതടക്കം വാങ്ങേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും ഇങ്ങനെ പറ്റത്തില്ല എന്ന് പലതവണ പറഞ്ഞു. ലാബ് അസിസ്റ്റൻറ്റിനെങ്കിലും വയ്ക്കാൻ രജിസ്ട്രാറോട് പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ അത്തരം പണികൾ ചെയ്യില്ലെന്ന് പറയുന്നു. ഫെലോഷിപ്പിൻ്റെ കാര്യം ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു അർത്ഥം വെച്ച് പറയുന്ന പോലെ ഇദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതെനിക്ക് കുറച്ച് വിഷമായി. അന്ന് ഞാൻ സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോ ഉണ്ട്, അവരെന്നോട് എന്താ ചെയ്തതെന്നുള്ളത്. അത് അന്നത്തെ ഡേറ്റ് അടക്കം എൻ്റെ ഫോണിൽ റെക്കോർഡായി കിടക്കുന്നുണ്ട്. ജാതീയമായ അധിക്ഷേപങ്ങളുണ്ടായിരുന്നു. എൻ്റെ ബാച്ചിൽ ഞങ്ങൾ 4 ഗവേഷകരാണ് കയറിയിട്ടുള്ളത്. അതിന് മുമ്പ് 2 പേരുണ്ട്, പിന്നെ വേറെ 2 പേരും കൂടി ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിലൊരാളെ ഞാൻ കണ്ടു. അവരാരും പ്രതികരിക്കില്ല. പക്ഷേ ഇവരെനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, PG വിദ്യാർത്ഥികളും പിന്നെ മറ്റൊരു ഗവേഷകനും. ഈ വേറൊരു ഗവേഷകൻ പറയുന്നത് അദ്ദേഹത്തെ മനഃപൂർവ്വം കോഴ്സ് വർക്ക് പരീക്ഷയെ തോൽപ്പിച്ചു, അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അധ്യാപകരുടെ പേരെടുത്ത് പറയുന്നുണ്ട്. പക്ഷേ നിയമപരമായ വഴിക്ക് പോകാൻ ഇദ്ദേഹത്തിന് പേടിയാണ്. PG കുട്ടികളും പറയുന്നുണ്ട് ഇവർ നല്ല രീതിയിൽ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ്. ഇതൊക്കെ വോയിസ് ആയിട്ടാണ് അയച്ചിരിക്കുന്നത്, എൻ്റെ കയ്യിലുണ്ട്. പരാതി കൊടുത്തിട്ട് മറുപടി ലഭിച്ചില്ല. ഇന്ന് രാവിലെ ഒരു കാര്യം ഉണ്ടായി. റിപ്പോർട്ടർ ചാനൽ ഈ വിഷയം കാണിച്ചിരുന്നു, രാവിലത്തെ ലൈവിൽ വന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് രജിസ്ട്രാർ പറയുന്നുണ്ട് ഇദ്ദേഹം ഈ SC/ST സെല്ലിന് ഈ പരാതി കൈമാറിയ ശേഷം റിപ്പോർട്ട് പൂർണ്ണമാക്കി അത് എൻ്റെ അമ്മയെ അറിയിച്ചിരുന്നു എന്ന്. അത് നുണയാണ്, അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. റിപ്പോർട്ട് പൂർണ്ണമായിട്ടില്ലെന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. താൽക്കാലികമായിട്ട് അവരൊക്കെ എനിക്ക് അനുകൂലമാണെന്ന് അൺഒഫീഷ്യലായിട്ടൊക്കെ വെറുതെ പറഞ്ഞിട്ടുള്ള കാര്യമേ ഉള്ളൂ. അല്ലാതെ അദ്ദേഹം അത് പറഞ്ഞതാണെന്ന് ഇന്ന് രാവിലെ അദ്ദേഹം പറഞ്ഞതാണ്. അത് റിപ്പോർട്ടർ ചാനലിൽ സംപ്രേഷണം ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തോട് അതിൻ്റെ തെളിവ് ചോദിക്കാൻ അദ്ദേഹത്തിന് കാണിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു മെമ്മോ എനിക്ക് തന്നിട്ടില്ല, ഒരു ഇമെയിൽ പോലും എനിക്ക് അയച്ചിട്ടില്ല. പിന്നെ അദ്ദേഹം പറയുന്നു എനിക്ക് 3 തവണ പല തവണയായിട്ട് ഗൈഡിനെ മാറി മാറി തന്നു, എനിക്ക് ഒരു തവണ പോലും തന്നിട്ടില്ല. എൻ്റെ ഡോക്ടർ കമ്മിറ്റി കഴിയാതെ എനിക്ക് എങ്ങനെയാണ് ഗൈഡിന് തരുന്നത്? ഈ താൽക്കാലിക ഗൈഡായ അരുൺ ബാബു എന്നെ ദ്രോഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് 2 വർഷം കഴിഞ്ഞിട്ടും എൻ്റെ ഡോക്ടർ കമ്മിറ്റി കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് എനിക്ക് എങ്ങനെയാണ് ഇവർ ഗൈഡിന് തരുന്നത്? ഇനി തന്നെങ്കിൽ എന്നെ അത് അറിയിച്ചതിൻ്റെ തെളിവ് അവർ തരട്ടെ. തപാലിലിട്ടല്ലേ തരുന്നത്, നമ്പർ ഇട്ടിട്ടുണ്ടാവുമല്ലോ, രജിസ്റ്ററിലുണ്ടാവുമല്ലോ, അവർ കാണിക്കട്ടെ, അവർ മെമ്മോ കാണിക്കട്ടെ. ഈ പറഞ്ഞതെല്ലാം നുണയാണെന്ന് ഞാൻ തെളിയിച്ചു തരാം. ഇവർ ഈ പറഞ്ഞ നുണ തന്നെയാണ് ഇതിന് തെളിവ്, അവരെന്നെ ദ്രോഹിക്കുന്നുണ്ടെന്നുള്ളതിന്. മറ്റൊരു വിഷയം പറയാനുള്ളത് റാഗിങ്ങിൻ്റെ ഇഷ്യൂ ആണ് ഹോസ്റ്റലിൽ നടക്കുന്നത്. അതും പരാതിപ്പെട്ടിട്ട് അതൊരു SFI നേതാവായതുകൊണ്ട് വീട്ടിലേക്ക് ഒരുപാട് ഭീഷണി വരുന്നുണ്ട്. എൻ്റെ സുഹൃത്തിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇവിടെ ഇല്ല, നാട്ടിലില്ല, വിദേശത്താണ്. അവിടേക്ക് വരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു. എൻ്റെ സുഹൃത്തിൻ്റെ അമ്മയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു.
സുഹൃത്തിനെ വിളിച്ചിട്ട് ഇതിൽ നിന്ന് മാറണമെന്ന് പറഞ്ഞിട്ട് അവൻ അതിൽ നിന്ന് മാറില്ല എന്ന് പറഞ്ഞപ്പോൾ അവരുടെ അച്ഛനും അമ്മയും അടക്കം വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു. എൻ്റെ വീട്ടിലേക്ക് പാർട്ടിക്കാരടക്കം വിളിക്കുന്നുണ്ട്. ഈ മലപ്പുറത്തു നിന്നുള്ള പാർട്ടിക്കാർ എറണാകുളത്തേക്ക് വിളിച്ച് അവരെൻ്റെ വീട്ടിലേക്ക് വിളിച്ച് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. എൻ്റെ സുഹൃത്തിൻ്റെ അച്ഛനെ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞാൻ അതൊരു സ്ക്രീൻഷോട്ടാക്കി ഞാനത് SFI നേതാവാണ്, അവർക്കെതിരെ നിൽക്കരുത്, മാറണം, ഞാനത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. വേറെ ഇഷ്യൂ ആണ്, ഇത് രണ്ടും ഒന്നിച്ച് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. കേടിൻ്റെ വിഷയം ഉണ്ട്, അതിൻ്റെ കൂടുതൽ റാഗിങ് ഉണ്ട്, റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, എല്ലാത്തിനും തെളിവുണ്ട്, എല്ലാം തരാം. മുന്നത്തെ മന്ത്രിമാർക്കെല്ലാം കൊടുത്തു. ഈ പ്രാവശ്യത്തെ മുഖ്യമന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും പിന്നെ ഈ പട്ടികജാതി വികസന വകുപ്പ് മന്ത്രിക്കടക്കം പിന്നെ ഗവർണർ എല്ലാവർക്കും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൊടുത്തിട്ടുണ്ട്. മുമ്പ് കൊടുത്ത പരാതികൾക്കൊന്നും മറുപടി ലഭിച്ചിട്ടില്ല. ഇന്ന് രാവിലെ ഒരു മെസ്സേജ് വന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്. പക്ഷേ അതിൻ്റെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ പോലെ വെച്ചിരിക്കുന്നത് ഈ രജിസ്ട്രാറെയാണ്. അദ്ദേഹം എന്തായാലും പരാതിയിൽ കൃത്യമായ തെളിവ് കൊടുക്കില്ലെന്ന് ഇന്ന് രാവിലെ ഇത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആളെ വെച്ചിട്ടുണ്ട്, യൂണിവേഴ്സിറ്റിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇൻചാർജ് ഡോക്ടർ ഭരതനാണെന്ന് കൊടുത്തു. ഡോക്ടർ ഭരതനാണ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ. എന്നെ റാഗ് ചെയ്യുന്ന ആളാണ് SFI നേതാവ്. അവർ AKRSയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അവർ ചെയ്തതിനും തെളിവുകളുണ്ട്. ഇവരാണെങ്കിൽ എന്നെ റൂമിലിരുന്ന് പഠിക്കാൻ അനുവദിക്കില്ല. ഇവർ പറയുന്നത് ഇവർക്ക് എന്തോ പാനിക് അറ്റാക്ക് ഇഷ്യൂസോ മറ്റോ ഉണ്ട്. ഞാൻ പഠിക്കുന്നത് കണ്ടാൽ ഇവർക്ക് അങ്ങനെ വരും. ബുക്ക് മറിക്കുന്ന ശബ്ദം കേൾക്കാൻ പറ്റില്ല. രാവിലെ 8 മണി 7 മണി സമയം പോലും ഇവരുടെ സ്ലീപ്പിംഗ് ടൈം ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്കും ഡിപ്രഷനൊക്കെ വന്ന സമയത്ത് ഈ ചേച്ചിക്ക് ഇങ്ങനൊന്നും ഞാൻ കാരണം വരരുതെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ അവരെന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഞാൻ 3 തവണ പാനിക് അറ്റാക്ക് വന്ന് വീണിട്ടുണ്ട്, ഇനി ഒരു തവണ വീണാൽ ഞാൻ സർവൈവ് ചെയ്യില്ല. എനിക്കൊരു പ്രശ്നം ഉണ്ടായെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ ആളുകളുണ്ട്, അവർ വരും, പിന്നെ ഞാനും നീയും തമ്മിലൊരു പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞാൽ അത് നിനക്ക് അത്ര നല്ലതിനാവില്ല, ഇങ്ങനെയൊക്കെ അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറേ കാലം ഞാനിത് അമ്മയോടെല്ലാം പറയുന്നുണ്ട്, പലരോടും. എൻ്റെ റൂംമേറ്റാണ് ഈ സ്ത്രീ. അപ്പോൾ അവരുടെ പേരത് പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നീട് ഇവരാണെങ്കിൽ എന്നെ റൂമിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് കുറേ നാളത്തെ സാനിറ്ററി നാപ്കിൻസ് യൂസ് ചെയ്തത് ചോരയിൽ കുതിർന്ന് 2 കപ്പിലാക്കി എടുത്ത് വെച്ചിട്ട് ഇവർ വീട്ടിൽ പോകും. ഇവർ ഈ ഷേവ് ചെയ്യുന്ന രോമം, അതുപോലെ ടോയ്ലറ്റിൽ പോയിട്ട് ഫ്ലഷ് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ഞാനാണ് ഇവർക്ക് ചെയ്തു കൊടുക്കേണ്ടത്. ഇവരിങ്ങനെ പോകും. അല്ലെങ്കിൽ ചേച്ചിമാർ ക്ലീനിങ് സ്റ്റാഫ് വരുമ്പോൾ അത് ചിലപ്പോൾ എൻ്റെ കുറ്റമാണെന്ന് അവർ പറയും. അപ്പം അമ്മ പറയും അതിലേക്കൊന്നും നിൽക്കണ്ട, നീ ക്ലീൻ ചെയ്തോ. ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഈ സാനിറ്ററി നാപ്കിൻസ് കുറേ നാളത്തെ ഇങ്ങനെ കൂട്ടി വെച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇനി നീ നോക്കണ്ട, നീ മാറ്ററിൻ്റെ അടുത്ത് എന്ന് പറ. ഞാൻ പോയി പറഞ്ഞു. മാറ്ററിൻ വന്നു, അവരത് ഫോട്ടോ എടുത്തു. എന്നിട്ട് ഈ ചേച്ചിയെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുത്തി അത് ക്ലീൻ ചെയ്യിച്ചു. അത് അങ്ങനെ പോയി. പിന്നെ കുറച്ച് ഭക്ഷണാവശിഷ്ടങ്ങൾ സാധനങ്ങളൊക്കെ റൂമിൽ ചീച്ച് പുഴുവാക്കി വെക്കുക. ഇവർ വീട്ടിൽ പോകും, ഞാനിരുന്ന് ക്ലീൻ ചെയ്യണം ഞാൻ നിൽക്കുമ്പോൾ. അങ്ങനത്തെ അവസ്ഥയൊക്കെ ആയിരുന്നു. മൊബൈൽ ചാർജർ പിരിച്ചൊടിച്ചിട്ടുണ്ട്, ലാപ്ടോപ്പുകൾ കേടാക്കിയിട്ടുണ്ട്, ഉടുപ്പുകൾ ചവിട്ടിയാക്കി ഉപയോഗിച്ചിട്ടുണ്ട്, പുസ്തകങ്ങളും നോട്ട് പുസ്തകങ്ങളടക്കം എൻ്റെ UPSCയുടെ നോട്ട്സൊക്കെ അവരെടുത്തിട്ട് പോയിട്ടുണ്ട്. അത് 2 റൂമും 1 ഹാളും അടുക്കളയും പിന്നെ ഉടുപ്പുകൾ വിരിച്ചിടാനുള്ള കുഞ്ഞുമുറിയും ചേർത്തിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് പോലെയാണ് തരുന്നത്. ഇതിനകത്തുള്ള 2 റൂമിൽ 1 റൂമിൽ 2 കുട്ടി വീതമാണ് ഉള്ളത്. അപ്പോൾ ഈ വീട് പോലെ ഉള്ളതിൻ്റെ ഉള്ളിൽ ഞാൻ താമസിക്കുന്ന റൂമിൻ്റെ അകത്താണ് ഈ റാഗ് ചെയ്യുന്നു എന്ന് പറയുന്ന ചേച്ചി താമസിക്കുന്നത്. ഞങ്ങൾ 2 പേരും. അപ്പുറത്തെ റൂമിൽ എൻ്റെ ബാച്ചിലൊരു കുട്ടിയും പിന്നെ വേറൊരു ചേച്ചിയാണ് താമസിക്കുന്നത്. ഡിഗ്രി എറണാകുളത്ത് തന്നെ സെൻറ്റ് പീറ്റേഴ്സ് കോളേജിൽ, PG MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ. എനിക്ക് KCSTയുടെ ഫെലോഷിപ്പാണുള്ളത്. അപ്പോൾ അവർക്ക് ആനുവൽ റിപ്പോർട്ട് കൊടുക്കണം. ഈ ആനുവൽ റിപ്പോർട്ട് തരാൻ പലതവണ ഈ അപേക്ഷ വെച്ചിട്ടും ഇവർ പറയുന്നത് ഞാൻ അപേക്ഷ വെച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. പക്ഷേ അപേക്ഷ വെച്ചിട്ടുണ്ട്. ഞാനത് രജിസ്റ്റർ ചെയ്തേക്കുന്നതിൻ്റെ നമ്പർ അടക്കം ഇട്ടിട്ടുള്ള ഫോട്ടോസൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പരാതി പലതവണ കൊടുത്തു. പക്ഷേ അവരിപ്പോൾ പറയുന്നത് ഞാൻ അപേക്ഷയും കൊടുത്തിട്ടില്ല, പരാതിയും കൊടുത്തിട്ടില്ല എന്നാണ്. പക്ഷേ അതിനുള്ള തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കൊടുത്തു എന്നുള്ളതിന്. അപ്പോൾ എനിക്ക് എൻ്റെ DC പെട്ടെന്ന് നടത്തി തരണം. ഈ ആനുവൽ റിപ്പോർട്ട് കിട്ടണം. പിന്നെ എൻ്റെ പുസ്തകങ്ങളും ഉടുപ്പുകളൊക്കെ അടങ്ങിയ ഒരു അലമാരയുടെ ചാവി ഈ ചേച്ചി എടുത്തിട്ട് പോയിട്ടുണ്ട്. എനിക്ക് ആ ചാവി വാങ്ങി തരികയോ അല്ലെങ്കിൽ ഈ അലമാര എങ്ങനെ തുറന്ന് തരണം. എൻ്റെ പുസ്തകങ്ങളും ഉടുപ്പുകളെല്ലാം അതിൻ്റെ ഉള്ളിലാണ്, അതെനിക്ക് തുറന്ന് തരണം. അങ്ങനെ പിന്നെ ഉപദ്രവം ഇല്ലാതെ എനിക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഗൈഡിനെ കിട്ടണം. രാവിലെ ഭരതമാഷ് പറയുന്നത് എനിക്ക് 3 ഗൈഡുകളെ മാറി തന്നതാണ്. അങ്ങനെ കാര്യം ഉണ്ടായിട്ടില്ല. എനിക്ക് ഒരു തവണ DC നടത്തിയാലാണല്ലോ എൻ്റെ ഗൈഡ് സ്ഥിരമാവുള്ളൂ. അതാവാതെ എങ്ങനെയാണ് ഈ 3 ആളെ ആക്കുന്നത്? അതിന് ഒരു മെമ്മോയോ ഒന്നും അവർ അയച്ചിട്ടില്ല. ഇങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട് വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കരുതെന്നാണ് ചാനലിൽ പറഞ്ഞത്. അത് തന്നെ ഒരു സർവകലാശാലയുടെ രജിസ്ട്രാർ ആയിരിക്കുമ്പോൾ ഇദ്ദേഹം പറയുന്നതും ആധികാരികമായിരിക്കണമല്ലോ.
ഒരു മെമ്മോ പോലും തരാതെ ഇദ്ദേഹം എങ്ങനെ ഇത് പറയുന്നു? ഈ പറഞ്ഞതിന് അദ്ദേഹം തെളിവ് കാണിക്കേണ്ടതാണ്. ഇവർ ഈ പറയുന്ന നുണകൾ തന്നെയാണ് അവർക്കെതിരുള്ള തെളിവ്. ഒരു കാരണം എൻ്റെ ജാതിയാണ്. ഇദ്ദേഹം അത് പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളുത്തവരായിരിക്കണം. അദ്ദേഹത്തിന് എന്തോ കഷ്ടകാലം കൊണ്ട് കറുത്ത സ്ത്രീകളാണ് ഇദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചത്. അദ്ദേഹത്തിന് മുമ്പും പിൻപും ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ വെളുത്തവരായിരുന്നു. പിന്നെ സ്ത്രീകൾ സ്വർണത്തിനോടും പണത്തിനോടും ഡയമണ്ടിനോടും പ്ലാറ്റിനത്തിനോടും അഫിനിറ്റി ഉള്ള എന്തോ ഒരു മൂലകമാണ് ഭർത്താവിനെ അലക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രത്തോട് ചേർത്താണ് ഇത് വെച്ചിരിക്കുന്നത്. അങ്ങനെ സ്ത്രീകളെ പറ്റി വളരെ മോശമായിട്ട് ബുദ്ധിയില്ലെന്നുള്ള രീതിയിലും ഒറ്റയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്രത്യക്ഷമായി പോകുന്ന എന്തോ മൂലകമാണെന്നും അങ്ങനെ പല കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. സ്ത്രീ വിരുദ്ധതയുണ്ട് നല്ല രീതിയിൽ. അവിടെ ഇപ്പോൾ മറ്റു കുട്ടികൾ എന്തായാലും ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് വോയിസ് ഇട്ടിട്ടുണ്ട്. തുറന്ന് പറയുമെന്ന് എനിക്കറിയില്ല. വോയിസ് ഞാൻ നിങ്ങൾക്ക് തരാം. എന്നോട് എന്തായാലും നല്ല രീതിയിൽ മോശമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. ഇല്ല, ഇത് പറഞ്ഞത് 2 തവണയായിട്ട് ജാതി ചോദിച്ചിട്ടുണ്ട്. ഒരു തവണ ഞങ്ങളെല്ലാവരും വന്നപ്പോൾ അസിസ്റ്റൻറ്റ് പ്രൊഫസർ നിയമനം എങ്ങനെ നടക്കുന്നതെന്ന് ഇദ്ദേഹം ക്ലാസ്സിൽ പറയുമായിരുന്നു. ആ ക്ലാസ്സിൽ ഞങ്ങൾ 3 ഗവേഷകരെ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊരു കുട്ടി, ഞങ്ങൾ 3 കുട്ടികൾ, ഒരു കുട്ടിയുടെ പേര് കേട്ടാൽ അദ്ദേഹത്തിൻ്റെ മതം മനസ്സിലാവും. അപ്പോൾ ബാക്കി പിന്നെ ഞങ്ങൾ 2 പെൺകുട്ടികളേ ഉള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ അസിസ്റ്റൻറ്റ് പ്രൊഫസർ നിയമനം എങ്ങനെയാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ജനറലിന് ഇങ്ങനെ, OBCക്ക് ഇങ്ങനെ, SC/STക്ക് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ നിൻ്റെ ജാതി എന്താ, നിൻ്റെ ജാതി എന്താ, നിൻ്റെ ജാതി എന്താന്ന് 3 പേരോട് ചോദിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നമുക്ക് ഫെലോഷിപ്പ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ജാതി കാരണം കിട്ടിയത്, കഴിവുണ്ടായിട്ടൊന്നുമില്ല, ക്വാളിറ്റി ഇല്ല, വല്ല ഇഗ്നോയിലും പോയി പഠിച്ചോ, അങ്ങനെയൊക്കെ പറയും. ഇവിടെ നിന്ന് നിൽക്കണ്ട, കോഴ്സ് നിർത്തി പൊക്കോ, അങ്ങനെയൊക്കെ പറയും. അതുപോലെ ഈ അധ്യാപകൻ ഒരു തരത്തിൽ എന്നെ സഹായിക്കില്ലെന്നാണ് എനിക്ക് ആകെ വിഷമായി. ഞാൻ എൻ്റെ പഴയ HOD വിളിച്ച് അദ്ദേഹത്തിനോട് സഹായം ചോദിച്ചു. അദ്ദേഹം വേറൊരു ടീച്ചറുടെ നമ്പർ തന്നു. ഞാൻ അവരെ വിളിച്ചു. അങ്ങനെ പല കാര്യങ്ങളായി കഴിഞ്ഞപ്പോൾ എവിടെ നിന്നും സഹായം കിട്ടുന്നില്ല. ഞാൻ എന്നിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയുള്ള മറ്റൊരു ടീച്ചർ, ധന്യ ടീച്ചറുടെ അടുത്തിട്ട് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഈ മൈക്രോ പ്ലാസ്റ്റിക്കും സമുദ്ര മലിനീകരണവും ഒക്കെ വെച്ചിട്ടും നടക്കാത്തതുകൊണ്ട് കിൻഫ്രയായിട്ട് ബന്ധപ്പെട്ടൊരു വാട്ടർ പൊല്യൂഷൻ്റെ സ്റ്റഡി പോലെ വെച്ചിട്ട് ഞാൻ ഇവർ സഹായിക്കില്ലാത്തതുകൊണ്ട് ധന്യ ടീച്ചറോട് ചോദിക്കാമെന്ന് വിചാരിച്ചു. ധന്യ മിസ്സിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒന്ന് തിരുത്തി തരുമോ, നോക്കാവോ ചോദിച്ചു. അപ്പോൾ അയച്ചേക്കാൻ പറഞ്ഞു. ഞാൻ വാട്സപ്പിൽ അയച്ചു. അപ്പോൾ ആ ടീച്ചർക്ക് ഞാനൊരു ശല്യമായി തോന്നി. അവരത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒരു കണ്ണ് നീർത്തുള്ളിയുടെ ഇമോജിയൊക്കെ വെച്ച് ആർക്കും അയച്ചു. അത് മാറി എനിക്ക് വന്നു. ആൾ മാറിപ്പോയി. എൻ്റെ ഇലയ്ക്ക് അത് ആയത്. ഞാനപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തു. ഞാൻ ഓൺലൈനിൽ ഉണ്ടായിരുന്നു. അവരപ്പോൾ തന്നെ വേഗം അത് ഡിലീറ്റാക്കി. അതും ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു. എന്നിട്ട് സോറി എന്ന് പറഞ്ഞു. തിരുത്തി തരാമെന്ന് പറഞ്ഞു. ഇതുവരെ തിരുത്തി തന്നിട്ടില്ല.